പ്രേക്ഷകരെ, നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ്നസ് ടി വിയുടെ ബൈബിളിലൂടെ ഒരു തീർത്ഥാടനമെന്ന ബൈബിൾ പഠന പരമ്പരയുടെ ഈ പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. കഴിഞ്ഞ ഏതാനും ചില എപ്പിസോഡുകളായി യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 16-ാം അധ്യായം 5 മുതൽ 15 വരെയുള്ള വചനഭാഗത്ത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായും 16-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 15 വരെയുള്ള ഭാഗങ്ങളിൽ പരിശുദ്ധാത്മാവ് പ്രബോധകനാണ് എന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ തുടർച്ചയാണ് ഈ എപ്പിസോഡിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 12, 13, 14, 15 വാക്യങ്ങൾ പ്രധാനമായും 2 കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. അതിലൊന്നാമത്തേത് പ്രബോധകനായ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണെങ്കിൽ അതിൻ്റെ 2-ാം ഭാഗം എന്ന് പറയുക പരിശുദ്ധാത്മാവ് തിരുസഭയിലൂടെ എപ്രകാരമാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ്. അതുകൊണ്ട് തന്നെയും നമുക്ക് ഈ ക്ലാസ്സിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന കാര്യം 2-ാം ഭാഗമായ സഭയും പരിശുദ്ധാത്മാവും എന്ന ഭാഗത്തെക്കുറിച്ചാണ്. അതുകൊണ്ടാണ് ഇപ്രകാരം ഒരു ടൈറ്റിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്, സഭയും പരിശുദ്ധാത്മാവും. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 2-ാം ഭാഗം പരിശുദ്ധാത്മാവിനെ പാരക്ലേത്തോസ് അഥവാ സഹായകൻ എന്ന പേരോടുകൂടിയാണ് അവതരിപ്പിക്കുന്നത് എന്നതാണ് ഈ ഭാഗത്തിൻ്റെ പ്രത്യേകത. യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ പ്രാരംഭ ഘട്ടത്തിൽ ആമുഖത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴും അതിനുശേഷം 14-ാം അധ്യായത്തിലും 15-ാം അധ്യായത്തിലും തുടർന്ന് 16-ാം അധ്യായത്തിലും നമ്മൾ ഏറെ പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുള്ള ഒരു വാക്കാണ് പാരക്ലേത്തോസ് എന്ന വാക്ക്. സാധാരണഗതിയിൽ സുവിശേഷകന്മാരും അതുപോലെ തന്നെ ബൈബിളിലെ മറ്റു പുസ്തകങ്ങളിലും പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നതിനായി ഉപയോഗിക്കപ്പെട്ടിരുന്ന ഗ്രീക്ക് വാക്ക് എന്ന് പറയുന്നത് പ്നെഉമ എന്ന വാക്കാണ്. പ്നെഉമ എന്ന വാക്കിൻ്റെ അർത്ഥം കാറ്റ് എന്നാണ്. എന്നാൽ ബൈബിളിലെ മറ്റ് ഭാഗങ്ങൾക്ക് വിഭിന്നമായി, പ്രത്യേകിച്ച് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സമാന്തര സുവിശേഷകന്മാരും യോഹന്നാൻ തന്നെയും പ്നെഉമ എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 14, 15, 16 എന്നീ 3 അധ്യായങ്ങളിൽ മാത്രം കാണുന്ന ഒരു വാക്ക് പാരക്ലേത്തോസ് എന്നതാണ്. പ്നെഉമ എന്ന വാക്കിന് പകരമായി യോഹന്നാന്റെ ഒറിജിനൽ കോൺട്രിബ്യൂഷൻ ടു ദ വേൾഡ് ഓഫ് ബൈബിൾ, പാരക്ലേത്തോസ് എന്ന വാക്ക് യോഹന്നാന്റെ സംഭാവനയാണ്. മറ്റൊരു പുസ്തകത്തിലും നമ്മൾ കാണുന്നില്ല ഇപ്രകാരം ഒരു വാക്കിനെ കുറിച്ച്. എന്നാൽ യോഹന്നാൻ പരിശുദ്ധാത്മാവിനെ കാണിക്കാനായി പാരക്ലേത്തോസ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത് വഴിയായി അർത്ഥമാക്കുന്നത് സഹായകൻ എന്ന മലയാള പരിഭാഷയാണ്. അതുകൊണ്ട് തന്നെയും കാറ്റ് എന്നർത്ഥം വരുന്ന പ്നെഉമ എന്ന വാക്കിൽ നിന്നും സഹായകൻ എന്നർത്ഥം വരുന്ന പാരക്ലേത്തോസ് എന്ന വാക്കിലേക്കുള്ള ഒരു ഷിഫ്റ്റാണ് ഈ 3 അധ്യായങ്ങളിൽ നമ്മൾ കാണുക. അതിൽ പ്രധാനമായും യോഹന്നാൻ 16-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ പാരക്ലേത്തോസ് എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് സഹായകനായ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ സമൂഹമായ സഭയിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും പ്രവർത്തനവുമാണ് ഈ ഭാഗത്ത് യോഹന്നാൻ സുവിശേഷകൻ വിവരിക്കുന്നത്. തിരുസഭയിലൂടെ എപ്രകാരമാണ് സഹായകനായ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വചന ഭാഗങ്ങളാണ്
ഇവിടെ നമ്മൾ കാണുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹമാണ് പരിശുദ്ധാത്മാവ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, ദൈവത്തിൻ്റെ ശക്തിയാണ് എന്നും കേട്ടിട്ടുണ്ട്. എന്നാൽ ഒപ്പം തന്നെ ദൈവം നൽകുന്ന സഹായകനാണ് പരിശുദ്ധാത്മാവ് എന്ന് യോഹന്നാൻ സുവിശേഷകൻ നമ്മെ പഠിപ്പിക്കുന്ന ഭാഗമാണ് യോഹന്നാൻ്റെ 14, 15, 16 അധ്യായങ്ങൾ. അതുകൊണ്ട് തന്നെയും പരിശുദ്ധാത്മാവിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനമെന്ന് പറയുക യോഹന്നാൻ്റെ ഈ 3 അധ്യായങ്ങളിലെ സുവിശേഷ വീക്ഷണം അനുസരിച്ച് സഹായിക്കുക എന്നതാണ്. പരിശുദ്ധാത്മാവ് കംഫർട്ടറാണെന്ന് പറയാറുണ്ട്, കൗൺസലറാണെന്ന് പറയാറുണ്ട്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ആത്മാവിൻ്റെ പ്രവർത്തനങ്ങളുടെ വ്യത്യസ്തതകൾക്കനുസരിച്ച് പല പേരുകളിൽ പരിശുദ്ധാത്മാവിനെ നമ്മൾ വിളിക്കാറുണ്ട്. എന്നാൽ ഈ 3 അധ്യായങ്ങളിൽ പരിശുദ്ധാത്മാവിനെ യോഹന്നാൻ ലോകത്തിന് പരിചയപ്പെടുത്തുന്നത് സഹായകൻ എന്ന പേരിലാണ്. അതുകൊണ്ട് തന്നെ സഹായകനായ പരിശുദ്ധാത്മാവ് എപ്രകാരമാണ് തിരുസഭയിൽ പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുന്നത്. സഹായകനായ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ ലോകത്തിന് കഴിയുകയില്ല എന്ന് 14 അധ്യായത്തിൻ്റെ 17 തിരുവചനത്തിൽ നമ്മൾ കണ്ട കാര്യമാണ്, പഠിച്ച കാര്യമാണ്. കാരണം സഹായകനായ പരിശുദ്ധാത്മാവ് ലോകത്തിൻ്റെ അരൂപിയോട് ചേർന്ന് പോകുന്നതല്ല, മറിച്ച് ഇത് ദൈവാരൂപിയാണ്. അതുകൊണ്ട് തന്നെയും ദൈവികമായ കൃപാവരങ്ങളോടുകൂടെ ജീവിക്കുന്നവർക്കാണ് പരിശുദ്ധാത്മാവിനെ സഹായകനായി ലഭിക്കുകയെന്നും ആത്മാവിൻ്റെ സഹായം കിട്ടുകയെന്നും ആണ് ഈ വചനഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഈശോയെ കാണുകയും ഈശോയിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ ഈ സഹായകനെ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് 14 അധ്യായത്തിൻ്റെ 17 തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണോ ഈശോയെ കാണുകയും അവനെ കേൾക്കുകയും അവൻ പറയുന്ന കാര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനും അവനിൽ വിശ്വസിക്കാനും തയ്യാറാകുന്നത്, അപ്രകാരം ജീവിക്കുന്ന വ്യക്തികളിൽ പരിശുദ്ധാത്മാവ് സഹായകനായി കടന്നു വരും എന്ന് തിരുസഭാ മാതാവ് വിശുദ്ധ ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഇവിടെ പരാമർശിക്കപ്പെടുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും പ്രവർത്തനങ്ങളും സഭാംഗങ്ങളുടെ വിശ്വാസ ജീവിതത്തോട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് എന്ന് യോഹന്നാൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ് തിരുസഭയിൽ അംഗങ്ങളായിട്ടുള്ള സഭാവിശ്വാസികളായ ദൈവജനത്തിന് സഹായം നൽകുന്ന പരിശുദ്ധാത്മാവ്. വിശ്വാസ ജീവിതത്തിൽ സഭാംഗങ്ങൾക്ക് വേണ്ട സഹായമാണ് പരിശുദ്ധാത്മാവ് നൽകുന്നത്. മനസ്സിലായെന്ന് ഞാൻ കരുതുക. വിശ്വസിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപ ആവശ്യമാണ്, പരിശുദ്ധാത്മാവിൻ്റെ സഹായം ആവശ്യമാണ്. ആത്മാവിൻ്റെ സഹായത്തോടുകൂടെ മാത്രമേ വിശ്വസിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് യോഹന്നാൻ സുവിശേഷകൻ അസന്നിഗ്ധമായി നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന വചനഭാഗമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെയും ലോകത്തിൽ ജീവിക്കുകയും ലോകത്തിൻ്റെ പരിതോവസ്ഥകളിൽ വ്യാപരിക്കുകയും ചെയ്യുന്ന മനുഷ്യന് സത്യവിശ്വാസം ജീവിക്കുക ദുഷ്കരമാണ് എന്ന് ഈ വചനഭാഗത്ത് കൃത്യമായ ഒരു മറുപടി നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ലോകം അന്ധകാരമയമാണ്. ലോക സൃഷ്ടി നടത്തിയപ്പോൾ തന്നെ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, രൂപരഹിതമായ ഭൂമിയുടെ ഉപരിതലത്തിലെങ്ങും അന്ധകാരം വ്യാപിച്ചിരുന്നു. അവിടെയാണ് ദൈവം പ്രകാശമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും പ്രകാശം നൽകാനായി വെളിച്ചമായി സൃഷ്ടിച്ചത്. എന്നാൽ ഈ നന്മയുടെ പ്രകാശത്തിൻ്റെ വെളിച്ചത്തിൻ്റെ അഭാവമുള്ള ഇടങ്ങളൊക്കെയും അന്ധകാരമുള്ള ഇടങ്ങളാണ് എന്ന് സഹോദരങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയും അന്ധകാരമയമായ ഈ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യന് സത്യവിശ്വാസം ജീവിക്കുക ദുഷ്കരമാണ്. അതുകൊണ്ട് തന്നെയും സഭയിൽ ക്രിസ്തുവിനോട് ചേർന്ന് വിശ്വാസം ജീവിക്കാൻ നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ് എന്ന് ഈ തിരുവചന ഭാഗം നമ്മെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ
അവനെ ശക്തിപ്പെടുത്താൻ പ്രത്യേകം നൽകപ്പെടുന്ന ഒന്നാണ് പാരക്ലേത്തോസ് അഥവാ സഹായകൻ എന്ന നിലയിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. എന്ന് പറഞ്ഞാൽ ഈ അന്ധകാരമയമായ പാപകരമായ പാപത്തിൻ്റെ പ്രലോഭനങ്ങൾ ഒത്തിരിയേറെ ഉള്ള ഈ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യന് സത്യവിശ്വാസം ജീവിക്കാൻ സഹായിക്കുക എന്ന പ്രവർത്തനമാണ് പാരക്ലേത്തോസ് നിർവഹിക്കുന്നത് എന്ന് നമ്മളെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഈ സഹായകനെ വാഗ്ദാനം ചെയ്യുന്ന ഭാഗമാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിൻ്റെ 15, 16, 17 വാക്യങ്ങളിൽ നമ്മൾ പഠിച്ചിട്ടുള്ള വചനഭാഗമാണത്. ആ ഭാഗം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. 3 വാക്യങ്ങൾ മാത്രമേ ഉള്ളൂ. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 14-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുകയാണ്: നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു ആശ്വാസകനെ അവിടുന്ന് നിങ്ങൾക്ക് തരുകയും ചെയ്യും. ഈ സത്യത്തിൻ്റെ ആത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല, കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു, കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു, നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. സഹോദരങ്ങളെ, ആശ്വാസകനായ പരിശുദ്ധാത്മാവാണ് പാരക്ലേത്തോസ് എന്നും ഈ ആത്മാവ് നമ്മളെ എല്ലാവരെയും സഹായിക്കാനായി വന്നിരിക്കുന്നവനാണ് എന്നും നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന വചനഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. പ്രധാനമായും 3 വിധത്തിലുള്ള സഹായമാണ് പരിശുദ്ധാത്മാവ് നൽകുന്നത് എന്ന് 14, 15, 16 അധ്യായങ്ങളിലൂടെ സുവിശേഷകനായ യോഹന്നാൻ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് സഹായകൻ എന്ന നിലയിൽ ത്രിവിധ പ്രവർത്തനങ്ങളിൽ 3 ഡൈമെൻഷൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളിൽ സഹായകൻ എന്ന നിലയിലുള്ള 3 പ്രത്യേക പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് യോഹന്നാൻ 14, 15, 16 അധ്യായങ്ങളിൽ പാരക്ലേത്തോസ് എന്ന വാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കാര്യം. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളിൽ ഒന്നാമത്തേത് പഠിപ്പിക്കുക എന്നതാണ്. ടീച്ചിങ് ഈസ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ സ്പിരിറ്റ് which is known as Parakletos according to the 4th Gospel. 4-ാം സുവിശേഷകൻ പാരക്ലേത്തോസ് എന്ന വാക്കുപയോഗിച്ച് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത് വഴിയായി ഒന്നാമത്തെ സഹായകൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് പറയുന്നു, പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ ബൈബിള് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹായകൻ നൽകുന്ന ഒന്നാമത്തെ ഉത്തരവാദിത്വവും ദൗത്യവും പഠിപ്പിക്കുക എന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയും സഭയുടെ വിശ്വാസത്തിന് ആധാരമായി നിലകൊള്ളുന്നത് മിശിഹ സംഭവമാണ് എന്ന് നമുക്കറിയാമല്ലോ. മെസ്സയ, മിശിഹായെ പ്രതീക്ഷിച്ചിരുന്ന ജനങ്ങളിലേക്കാണ് കർത്താവ് കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെയും നമ്മുടെയൊക്കെ വിശ്വാസത്തിൻ്റെ ആധാരം എന്ന് പറയുന്നത് മിശിഹ സംഭവമാണ്, അഥവാ മനുഷ്യാവതാരമെടുത്ത യേശുക്രിസ്തുവിൻ്റെ മരണവും ഉദ്ധാനവുമാണ് നമ്മുടെയൊക്കെ വിശ്വാസത്തിൻ്റെ ആധാരം. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഈശോ മനുഷ്യനായി ലോകത്തിൽ അവതരിച്ചിരുന്നില്ല എങ്കിൽ, എന്ന് പറഞ്ഞാൽ ദൈവപുത്രൻ മനുഷ്യാവതാരം ചെയ്തിരുന്നില്ല എങ്കിൽ, മനുഷ്യാവതാരം എടുത്ത യേശു കർത്താവ് കാൽവരി കുരിശിൽ മരിച്ചില്ലായിരുന്നു എങ്കിൽ, കാൽവരി കുരിശിൽ മരിച്ച കർത്താവ് ഉദ്ധാനം ചെയ്തിരുന്നില്ലായിരുന്നെങ്കിൽ നമ്മുടെ വിശ്വാസം എവിടാണ്? ക്രിസ്ത്യാനികൾ എവിടെയുണ്ടാകും? രക്ഷാകരമായി ഈ പദ്ധതി അപൂർണമായി തന്നെ നിലനിന്നേനെ. അതുകൊണ്ട് തന്നെയും മനസ്സിലാക്കുക, മിശിഹ സംഭവം അഥവാ യേശു കർത്താവ് എന്ന ദൈവപുത്രൻ്റെ ജീവിതവും അവൻ്റെ കുരിശുമരണവും അവൻ്റെ ഉദ്ധാനവുമാണ്
സഹോദരങ്ങളെ നമ്മുടെ വിശ്വാസത്തിന് ആധാരമെന്ന് പറയുക. ഈ മിശിഹാ സംഭവത്തിൻ്റെ അന്തസത്ത, അതിൻ്റെ പൂർണ്ണതയിൽ ഗ്രഹിക്കാൻ ആർക്കും ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് തന്നെയും ദ മെസ്സിയാനിക് സീക്രസി എന്ന പേരിൽ മിശിഹാ രഹസ്യങ്ങൾ എന്ന് ബൈബിൾ പണ്ഡിതന്മാർ വിളിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇതാർക്കും മുഴുവനായും മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന് മാത്രമാണ് പറയുക. ആർക്കും മനസ്സിലാക്കാൻ പറ്റിയല്ല നല്ല കേട്ടോ. നമുക്കറിയാം അറ്റവും മൂലയും കുറച്ച് അവിടെയും ഇവിടെയൊക്കെ മിശിഹാ സംഭവത്തെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ട്. എന്നാൽ ഈ മിശിഹാ സംഭവത്തെ പൂർണ്ണമായും കോംപ്രഹെൻഡ് ചെയ്യാൻ, മനസ്സിലാക്കാൻ മനുഷ്യ ബുദ്ധിക്ക് സാധ്യമല്ല എന്നുള്ളതാണ് ഇതിലൂടെ തിരുസഭാ മാതാവ് ബൈബിൾ പണ്ഡിതന്മാരിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന കാര്യം. വ്യക്തമാണല്ലോ. ചില കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. എല്ലാറ്റിനെക്കുറിച്ചും എല്ലാ കാര്യങ്ങളും അറിയുക എന്നതിനേക്കാൾ എല്ലാറ്റിനെക്കുറിച്ചും അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, അതിന് നമ്മളെ സഹായിക്കുന്ന പഠിപ്പിക്കുന്ന ഉത്തരവാദിത്വമാണ് പരിശുദ്ധാത്മാവ് നിർവഹിക്കുന്നത് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സഭയുടെ വിശ്വാസ ജീവിതത്തിൽ കാലാകാലങ്ങളിൽ പ്രസക്തമായ രീതിയിൽ അത് പഠിക്കുവാനും പഠിപ്പിക്കുവാനും സഹായകനായ പരിശുദ്ധാത്മാവ് സഭയിൽ പ്രവർത്തന നിരതനാണ് എന്ന് ഈ തിരുവചന ഭാഗം നമുക്കെല്ലാവർക്കും കൃത്യതയോടുകൂടെ മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവ് സഹായകൻ എന്ന നിലയിൽ ഒന്നാമത്തെ ദൗത്യമം നമുക്ക് നൽകുന്ന ഉത്തരവാദിത്വവും പഠിപ്പിക്കുക എന്നതാണ്. പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്ന സഹായകനാണ്. ഇതേപ്പറ്റിയാണ് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 16-ാം തിരുവചനത്തിലും ഒപ്പം 16-ാം അധ്യായത്തിന് തന്നെ 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിലും പറയുന്നത്. നമ്മൾ വായിച്ചു കേട്ട വചനഭാഗങ്ങളാണ് അവ. അതുകൊണ്ട് തന്നെയും പരിശുദ്ധാത്മാവിൻ്റെ ഈ പ്രബോധനം ഈശോയിലൂടെ നൽകപ്പെട്ട പ്രബോധനത്തിൽ നിന്നും വ്യത്യസ്തമായിരിക്കുകയില്ല എന്ന് പ്രിയ സഹോദരങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. ചിലരെങ്കിലുമൊക്കെ ചോദിക്കാറുണ്ട്, അച്ഛാ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തൃത്വം ഏകദൈവമാണെങ്കിലും ഇവർ 3 പേരും തമ്മിൽ എന്തെങ്കിലും ക്ലാഷ് ഉണ്ടാകുമോ? ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളോ വ്യത്യസ്തങ്ങളായ തീരുമാനങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് തന്നെയാണ് പറയുക, യേശു കർത്താവ് എന്താണോ നമ്മെ പഠിപ്പിച്ചത് അതിൻ്റെ തുടർച്ചയും പൂർത്തീകരണവും സംഭവിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനങ്ങളിലൂടെയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, യേശു കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ തുടർച്ചയാണ് പരിശുദ്ധാത്മാവിലൂടെ സംഭവിക്കുക. ദൈവപിതാവ് നൽകിയ രക്ഷാകരമായ ദൗത്യമാണ് പുത്രനായ യേശു കർത്താവ് ഈ ലോകത്തിൽ നിർവഹിച്ചത്. അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് ദൈവമക്കളായി എന്നെയും നിങ്ങളെയും നയിക്കുക എന്നുള്ളതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമെന്ന് പറയുക. അതുകൊണ്ട് തന്നെയും പരിശുദ്ധാത്മാവിൻ്റെ ഈ പ്രബോധനപരമായ പ്രവർത്തനമാണ് സഭയുടെ ഔദ്യോഗിക പ്രബോധനത്തിന് ആധാരമായി നിലകൊള്ളുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. എന്ന് പറഞ്ഞാൽ പ്രബോധന അധികാരം തിരുസഭയ്ക്കാണ്. പലപ്പോഴും നമ്മളൊക്കെ ഇന്നത്തെ കാലത്ത് മനസ്സിലാക്കുന്ന ഒരു കാര്യം, വാളെടുക്കുന്നവനൊക്കെ വെളിച്ചപ്പാട് എന്ന് പറയുന്നത് പോലെ സുവിശേഷം എടുത്ത് വ്യാഖ്യാനം ചെയ്യുന്ന എല്ലാവരും സഭയുടെ പ്രബോധനങ്ങളാണ് പഠിപ്പിക്കുന്നത് എന്നൊന്നും ആരും തെറ്റിദ്ധരിച്ചേക്കരുത് കേട്ടോ. വ്യാജ പ്രവാചകന്മാർ ധാരാളം ഇറങ്ങിയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത്. ചിലരെങ്കിലുമൊക്കെ ആൾ ദൈവങ്ങളായി അവതരിക്കുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡിസേൺമെൻറ്റ്, വിവേചിച്ചറിയാൻ നമ്മളെ കൊണ്ട് സാധിക്കട്ടെ. സമ്പത്തിന് വേണ്ടിയിട്ട് കച്ചവടം ചെയ്യാനുള്ളതല്ല ദൈവത്തിൻ്റെ വചനമെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം എന്താണെന്ന് മനസ്സിലാക്കി ആധികാരികമായ സഭയുടെ പ്രബോധനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് മാത്രമേ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കാൻ സഭയുടെ മജിസ്തേരിയം അഥവാ ടീച്ചിങ് അതോറിറ്റി ഓഫ് ദ ചർച്ച് അനുവദിക്കുന്നുള്ളൂ എന്ന് തിരിച്ചറിയുക. വ്യക്തിപരമായി നിനക്ക് ലഭിക്കുന്ന ഏതെങ്കിലും ദർശനങ്ങളുടെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവരെ പഠിപ്പിക്കാനൊന്നും ആരും തുനിഞ്ഞേക്കരുത് കേട്ടോ. സഭയ്ക്ക് കൃത്യതയോടുകൂടിയുള്ള പ്രബോധനപരമായ അധികാരം നൽകപ്പെട്ടിട്ടുണ്ട്. ഈ അധികാരത്തോട് വിധേയപ്പെട്ട് നിൽക്കുന്നവരാകണം സഭാധികാരികളുടെ അനുവാദത്തോടുകൂടെ ഇപ്രകാരമുള്ള ശുശ്രൂഷകളിലേക്ക്
പ്രവേശിക്കാൻ വേണ്ടി. സഹോദരങ്ങളെ, ഒത്തിരിയേറെ സുവിശേഷ പ്രവർത്തകന്മാരുണ്ട്. എനിക്ക് വലിയ സന്തോഷമാണ്. പോട്ട ഡിവൈൻ ശുശ്രൂഷകളിലൂടെ ലോക സുവിശേഷവത്കരണത്തിന് വേണ്ടി അനേകം പേരെ കർത്താവ് അഭിഷേകം ചെയ്തിട്ടുണ്ട്. വൈദികരാകട്ടെ, സന്യസ്തരാകട്ടെ, അൽമായ സഹോദരങ്ങളാകട്ടെ, തീർച്ചയായും വലിയ സന്തോഷമുള്ള കാര്യമാണ്. എന്നാൽ ഇപ്രകാരം അഭിഷേകം ചെയ്യപ്പെട്ട് ദൈവം എടുത്തുയർത്തുന്ന അനേകരുള്ളപ്പോൾ തന്നെ ചില കള്ളനാണയങ്ങളും ഉണ്ട് എന്നുള്ളത് കാണാതെ പോകാൻ നമ്മളെ കൊണ്ട് സാധ്യമല്ല. അതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കപ്പെടുന്നു എന്ന് കേൾക്കുമ്പോൾ, എവിടെയെങ്കിലുമൊക്കെ വചനപ്രഘോഷണം നടക്കുമ്പോൾ രോഗശാന്തികൾ ഉണ്ടാകുന്നു എന്ന് കേൾക്കുമ്പോൾ, ആരെങ്കിലും അപ്രകാരമുള്ള ഇടങ്ങളിലേക്കൊന്നും ഓടിപ്പോകാതെ അവയെക്കുറിച്ച് കൃത്യമായി നമ്മുടെ സഭ പഠിപ്പിക്കുന്ന കാര്യം എന്താണ് എന്ന് വികാരി അച്ഛനിലൂടെ, പ്രബോധനാധികാരമുള്ള മെത്രാന്മാരിലൂടെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ചിലപ്പോഴെങ്കിലുമൊക്കെ സഭയുടെ പ്രബോധനങ്ങൾക്ക് വിപരീതമായി പഠിപ്പിക്കുന്ന ചിലരെയെങ്കിലും, ചില പ്രസ്ഥാനങ്ങളെയെങ്കിലും സഭ തള്ളിപ്പറയേണ്ടി വരുന്നതിൻ്റെ കാരണം അതൊക്കെയാണ്. ചില വ്യക്തികളൊക്കെ വലിയ താല്പര്യത്തോടും തീക്ഷ്ണതയോടും കൂടെ കരിസ്മാറ്റിക് ധ്യാനമൊക്കെ കൂടി, അതിനുശേഷം ധ്യാന ശുശ്രൂഷകൾ സ്വന്തമായൊക്കെ ആരംഭിച്ച് പ്രസ്ഥാനങ്ങളും സംവിധാനങ്ങളുമൊക്കെയായി വ്യക്തികളും അതുപോലെ തന്നെ സമൂഹങ്ങളും ഒന്നടങ്കം തെറ്റായ പ്രബോധനങ്ങളിലേക്ക് കടന്നു പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാനിത് പറയുമ്പോൾ ഏതാനും ചില സുവിശേഷ പ്രഘോഷകന്മാരായിരുന്ന, മിടുക്കരായിരുന്ന പ്രഘോഷകന്മാരുടെ ചിലരുടെ മുഖങ്ങൾ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്നുണ്ട്. ആരംഭകാലങ്ങളിലൊക്കെ സഭയോട് ചേർന്ന് നിന്നിരുന്നവരായിരുന്നു. എന്നാൽ കാലക്രമേണ പലവിധ പ്രലോഭനങ്ങൾക്ക് അടിമപ്പെട്ട് ഒരുപക്ഷെ സമ്പത്ത് ഈ മേഖലയിൽ വലിയൊരു പ്രലോഭനമായി മാറിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കാൻ വേണ്ടിയിട്ട്, കൺവെൻഷനുകൾ നടത്താൻ, രോഗസൗഖ്യ ശുശ്രൂഷകൾക്ക് വേണ്ടി വലിയ വലിയ തുക, പണം, സമ്പത്ത്, സ്തോത്രക്കാഴ്ചയൊക്കെ സ്വീകരിച്ചുകൊണ്ട് വചനത്തെ ഒരു ബിസിനസ്സാക്കി മാറ്റിയിരിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. കണ്ണടച്ച് ഇരുട്ടാക്കാനൊന്നും നമുക്ക് സാധ്യമല്ല. ഇങ്ങനെയുള്ള കള്ളനാണയങ്ങളെ തിരിച്ചറിയണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് പറഞ്ഞതുകൊണ്ട് ഇപ്രകാരം സുവിശേഷം പ്രസംഗിക്കുന്ന എല്ലാവരും മോശക്കാരാണ് എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അങ്ങനെ ആരും ധരിക്കുകയും അരുത്. സഭയുടെ പ്രബോധനങ്ങളോട് ചേർന്ന് നിന്ന് സഭാധികാരികളോടും വൈദികരോടും ഒപ്പം ദൈവത്തിൻ്റെ ശുശ്രൂഷ, ഈ വചന ശുശ്രൂഷ ചെയ്യുന്ന അനേകം പേരുണ്ട്. അങ്ങനെയുള്ളവരെ സംശയിക്കാൻ വേണ്ടി അല്ല ഞാൻ പറയുന്നത്. അങ്ങനെയുള്ളവരുടെ വചന ശുശ്രൂഷകളുടെ അടുക്കലേക്ക് പോകരുത് എന്നല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. മറിച്ച് ഇപ്രകാരമുള്ള പുഴുക്കുത്തുകളെ തിരിച്ചറിയണമെന്നും മനസ്സിലാക്കണമെന്നും ഒറ്റപ്പെടുത്തണമെന്നും പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സഹോദരങ്ങളെ, ഇവയെക്കുറിച്ചൊക്കെയുള്ള നല്ല ബോധ്യമുള്ള, വിവേചന വരമുള്ള, വിവേകവും ബുദ്ധിയുമുള്ള ആൾക്കാരാണ് നമ്മളൊക്കെ. അതുകൊണ്ട് തന്നെയും അതിനെ നമ്മൾ ഉപയോഗിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ദൈവികമായി ഈ കൃപാവരത്തിനനുസരിച്ച് ജീവിക്കാൻ കർത്താവെ സഹായിക്കണമേ എന്ന പ്രാർത്ഥനയാണ് തീർച്ചയായും നമുക്കെല്ലാവർക്കും ആവശ്യമായിട്ടുള്ളത് എന്ന് ഇതിൻ്റെ കൂടെ ഞാൻ ചേർത്ത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ സഭയിൽ വിശ്വാസം ജീവിക്കാൻ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന സാഹചര്യങ്ങൾ കാലാകാലങ്ങളിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കാരണം മിശിഹായിലുള്ള വിശ്വാസം പഠിച്ചാലും ഗ്രഹിച്ചാലും മനസ്സിലാക്കിയാലും ആ വിശ്വാസം പ്രായോഗികമായി ജീവിക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെയും വചനം പ്രഘോഷിക്കുമ്പോൾ ഇരുതല വാള് പോലെയുള്ള വചനമാണ് നമ്മൾ പ്രഘോഷിക്കുന്നത് തിരിച്ചറിയുക. അത് കേൾവിക്കാരിലേക്കും പറയുന്ന എന്നിലേക്കും ഒരുപോലെ തുളച്ചു കയറുന്നതാണ്. അതുകൊണ്ട് തന്നെയും ഈ കാര്യങ്ങളെക്കുറിച്ച് നല്ല ധാരണ എനിക്കുണ്ടാകണം. മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം എനിക്കുണ്ടാകണം. ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ അനേകം ഉണ്ടാകും. അതുകൊണ്ട് തന്നെയും സമ്പത്തിൻ്റെ സുവിശേഷമെന്നും അല്ലെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ സുഖത്തിൻ്റെയും സൗഭാഗ്യങ്ങളുടെയും സുവിശേഷം എന്നൊക്കെ പറഞ്ഞ് പെട്ടിക്കടകളൊക്കെ തുടങ്ങുന്ന അനേകം പേരുണ്ട്. അപ്രകാരമുള്ള സുഖവും സന്തോഷവും നൽകുന്ന ഒന്നല്ല, മറിച്ച് കീറി മുറിക്കുന്ന, അനുതാപത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ വചനം ബുദ്ധിമുട്ടുള്ളതാണ്. അവൻ്റെ വചനം കേട്ട് അത് കഠിനമാണെന്ന് പറഞ്ഞ് അനേകം പേര് അവനെ വിട്ടുപോയി എന്ന് യോഹന്നാൻ്റെ 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന വചനമാണല്ലോ. സഭാചരിത്രത്തിൽ അനുഭവവേദ്യമായിട്ടുള്ള മതപീഡനങ്ങൾ ഉദാഹരണങ്ങളാണ്.
മാത്രവുമല്ല, വ്യക്തിപരമായും പ്രതികൂല സാഹചര്യങ്ങളിലും സഭയുടെ വിശ്വാസം ജീവിക്കുക ബുദ്ധിമുട്ടേറിയതാകാം. ഈ പശ്ചാത്തലത്തിലാണ് പരിശുദ്ധാത്മാവിൻ്റെ സാക്ഷ്യം വഹിക്കൽ പ്രസക്തമായി തീരുന്നത്. ഇതിനെപ്പറ്റിയാണ് യോഹന്നാൻ 15-ാം അധ്യായത്തിൻ്റെ 26-27 വാക്യങ്ങളിൽ നമ്മളെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും സഹായകൻ എന്ന നിലയിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളിൽ രണ്ടാമത്തേത് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യമാണ് പരിശുദ്ധാത്മാവ് സാക്ഷ്യം വഹിക്കാൻ നമ്മെ സഹായിക്കുന്നു. ഒന്ന് പഠിപ്പിക്കുന്നു, രണ്ട് സാക്ഷ്യം വഹിക്കാൻ നമ്മെ സഹായിക്കുന്നു. ഇനി നമ്മൾ മൂന്നാമത്തേത് മനസ്സിലാക്കുന്നു. സഹായകൻ എന്ന നിലയിൽ പരിശുദ്ധാത്മാവിൻ്റെ മൂന്നാമത്തെ പ്രവർത്തനം ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. ഇതേപ്പറ്റിയാണ് യോഹന്നാൻ സുവിശേഷകൻ 16-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു കേട്ട 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ പ്രതിപാദിക്കുന്നത്. വിശ്വാസത്തിന് വിരുദ്ധമായ ലോകത്തിൻ്റെ അഥവാ തിന്മയുടെ ശക്തികൾ സഭയിൽ നിരന്തരം പ്രവർത്തനനിരതമാണ്. പലപ്പോഴും ഈ ശക്തികൾക്ക് വിശ്വാസികൾ അടിമപ്പെട്ട് വിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ച് പാപത്തിന് വിധേയരാണെന്നും അങ്ങനെ വന്നേക്കാം. ഈ സ്ഥിതിവിശേഷത്തിൽ വിശ്വാസികളെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് ബോധ്യപ്പെടുത്തൽ അഥവാ കുറ്റപ്പെടുത്തൽ എന്നുള്ളത്. വിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ചു പോകുന്നവരെ വീണ്ടും വിശ്വാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനും വിശ്വാസത്തിൽ ഉറപ്പിക്കുവാനും പരിശുദ്ധാത്മാവിൻ്റെ ഈ പ്രവർത്തനം സഹായിക്കുമെന്നാണ് തിരുസഭാ മാതാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മൾ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പൊതുവെ പറഞ്ഞാൽ വിശ്വാസികളുടെ സമൂഹമായ സഭാംഗങ്ങളെ വിശ്വാസത്തിൽ വളർത്താനും ശക്തിപ്പെടുത്താനും വിശ്വാസത്തിൽ നിന്നും വ്യതിചലിക്കുന്ന സാഹചര്യങ്ങളിൽ അവരെ തിരികെ കൊണ്ടുവരാനും നിർണായകമായി തീരുന്ന പ്രവർത്തനമാണ് പരിശുദ്ധാത്മാവ് സഹായകൻ എന്ന നിലയിൽ സഭയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ഈ പ്രവർത്തനങ്ങളെപ്പറ്റി അവബോധമുള്ളവരായിരിക്കുവാനും ആ പ്രവർത്തനങ്ങളോട് സഹകരിക്കുവാനും വിളിക്കപ്പെട്ടവരാണ്. ഈ ബോധ്യത്തിൽ ജീവിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. നന്ദി, നമസ്കാരം.